നമസ്കാരം. മംഗളം ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിനി പ്രേംരാജ്. ഗാസയിലെയും ചെങ്കടലിലെയും നിലവിലെ പോരാട്ടം മറ്റൊരു ലോകയുദ്ധത്തിന്റെ തുടക്കമാകുമോ എന്ന ആശങ്ക ഉയരുന്നു. ഗാസയിൽ ഇസ്രായേലും ഹമാസുകളും തമ്മിലുണ്ടായ രൂക്ഷമായ യുദ്ധം 2 മാസം പിന്നിടുമ്പോൾ പോരാട്ടം ചെങ്കടലിലേക്കും കടന്നിരിക്കുന്നു. ഇസ്രായേലിനൊപ്പം അമേരിക്കയും ഗാസ യുദ്ധത്തിൽ സഖ്യം ചേർന്നതോടെ ഇറാനും ഈജിപ്തും സിറിയയും മറ്റൊരു പോർമുഖം തുറന്നിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ ഇസ്ലാമിക രാജ്യങ്ങൾ ഈ സഖ്യത്തിന് പിന്തുണ പ്രഖ്യാപിക്കും. അമേരിക്കയിൽ നിന്നുമുള്ള ആയുധങ്ങളുമായി ഇസ്രായേലിലേക്ക് വരുന്ന എല്ലാ കപ്പലുകളും ചെങ്കടലിൽ ബോംബിട്ട് തകർക്കുമെന്നാണ് ഹൂതികൾ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഇസ്രായേൽ സൈന്യം ഗാസയിൽ മിസൈൽ ആക്രമണവും കരയുദ്ധവും കടുപ്പിച്ചപ്പോൾ ചെങ്കടലിൽ വെല്ലുവിളി ഉയർത്തി യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ മുന്നേറ്റം ശക്തമാക്കിയിരുന്നു. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും യുദ്ധക്കപ്പലുകൾക്ക് നേരെ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയ ഹൂതികൾ കച്ചവട കപ്പലുകൾക്ക് നേരെ മിന്നലാക്രമണം നടത്തുകയാണ്. അമേരിക്കയുടെ എണ്ണക്കപ്പലുകൾ മിസൈൽ ആക്രമണത്തിൽ തകർത്ത് ചാമ്പലാക്കുവാനുള്ള ഹൂതികളുടെ തീരുമാനം പാശ്ചാത്യ ശക്തികളെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഗാസയിൽ ഹമാസുകളെ ഉന്മൂലനം ചെയ്യുവാൻ അമേരിക്ക ഇസ്രായേലിനൊപ്പം സജീവമായതോടെ ഇസ്ലാമിക ചേരികൾ സഖ്യം ചേർന്ന് പോരാട്ടം കടുപ്പിച്ചിരിക്കുന്നു. ഇതോടെ സൂയസ് കനാൽ വഴിയുള്ള ആഗോള കപ്പൽ ഗതാഗതം നിലയ്ക്കുന്ന സാഹചര്യം സംജാതമായിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പിംഗ് കമ്പനിയായ MSC അടക്കം 3 വ്യാപാര കപ്പൽ ഏജൻസികൾ സൂയസ് കനാലിലൂടെയുള്ള ചരക്ക് നീക്കം നിർത്തിവെച്ചു. ഗാസയിലെ ശക്തമായ പോരാട്ടത്തിൽ ഇസ്രായേലിന് അമേരിക്ക നൂതന ആയുധങ്ങൾ നൽകുന്നതിനുള്ള പ്രതികാരമാണ് ഹൂതികളുടെ അപ്രതീക്ഷിതമായ ആക്രമണത്തിന് പിന്നിൽ. ഇസ്ലാമിക സഖ്യചേരി കടൽയുദ്ധം ആരംഭിക്കുന്നതിന് മുന്നോടിയായി കഴിഞ്ഞ ആഴ്ച ഒരു ലെബനിയൻ ചരക്ക് കപ്പൽ ചെങ്കടലിൽ ഹൂതികൾ ആക്രമിച്ചിരുന്നു. ചരക്ക് കപ്പൽ ചാമ്പലാവുകയും ചെയ്തിരുന്നു. മിസൈൽ വേദ സംവിധാനം ഉപയോഗിച്ച് ചെങ്കടൽ പോരാളികളുടെ 14 ഡ്രോണുകൾ തകർത്തതായി അമേരിക്ക അവകാശപ്പെടുന്നു. ഇന്ത്യയുടെ ചരക്ക് കപ്പലുകൾ യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും ചരക്ക് നീക്കം ഇതേ പാതയിൽ നടത്തുന്ന സാഹചര്യത്തിൽ ഇന്ത്യയ്ക്കും ഇപ്പോഴത്തെ ആക്രമണം കടുത്ത ആശങ്ക ഉണർത്തുന്നുണ്ട്. അതിനിടെ ചെങ്കടലിൽ ചരക്ക് കപ്പലുകൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ 10 രാജ്യങ്ങൾ ഉൾപ്പെട്ട നാവിക സംഘം രൂപീകരിക്കുകയാണ്. ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ എന്നാണ് സഖ്യത്തിന്റെ പേരെന്ന് US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ബഹ്റിൻ തലസ്ഥാനമായ മനാമയിൽ അറിയിച്ചു. അമേരിക്കയെ കൂടാതെ പുറമെ ബ്രിട്ടൻ, ബഹ്റിൻ, കാനഡ, ഫ്രാൻസ്, ഇറ്റലി, നെതർലാൻഡ്സ്, നോർവേ, സീഷെൽസ്, സ്പെയിൻ എന്നിവയാണ് ഈ സഖ്യത്തിലുള്ളത്. ഇന്ത്യ ഉൾപ്പെടെ 15 രാജ്യങ്ങൾ കൂടി സഖ്യത്തിന്റെ ഭാഗമാകാൻ തീരുമാനിച്ചിട്ടുണ്ട്. പാലസ്തീന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്ന ഹൂതികൾ ഇസ്രായേലിലേക്ക് പോകുന്ന എല്ലാ രാജ്യത്തെയും കപ്പലുകൾ ആക്രമിക്കുമെന്ന് പറഞ്ഞിരിക്കെ ഏതു നിമിഷവും ഗാസയിലെ യുദ്ധം ഇസ്രായേൽ കടുപ്പിക്കുമെന്ന് വ്യക്തമാണ്. ഇസ്രായേലിന്റെ രൂക്ഷമായ ആക്രമണം നേരിടുന്ന ഗാസയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണം തുടരുമെന്ന് ഹൂതികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ അമേരിക്ക മുഴുവൻ ലോകത്തെയും പോരാട്ടത്തിനിറക്കിയാലും ചെങ്കടലിലെ തങ്ങളുടെ സൈനിക നീക്കവും ഒളിയാക്രമണവും തടയുവാൻ കഴിയില്ല എന്നാണ് ഹൂതികളുടെ വെല്ലുവിളി. പശ്ചിമേഷ്യയിൽ സംഘർഷം വലുതാക്കാൻ ശ്രമിക്കുന്ന അമേരിക്ക അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കണമെന്നും ഹൂതികൾ പറയുന്നു. ഹൂതികളുടെ ആക്രമണം ഭയന്ന് വിവിധ രാജ്യങ്ങളുടെ കപ്പലുകൾ ഗുഡ് ഹോപ്പ് മുനമ്പ് വഴി ആഫ്രിക്ക ചുറ്റിയാണ് ഇപ്പോൾ യൂറോപ്പിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും കടന്നുപോകുന്നത്. ഇസ്രായേൽ ബന്ധമുള്ള വാണിജ്യ കപ്പലുകൾക്ക് നേരെ യമനിലെ ഹൂതികൾ നടത്തുന്ന ആക്രമണത്തെ തുടർന്ന് ആഗോളതലത്തിൽ ഇന്ധനവില കുതിച്ചുയരുകയാണ്. ക്രൂഡ് ഓയിൽ വില അടുത്ത ആഴ്ചയിലും കുത്തനെ ഉയരുമെന്നാണ് സൂചന. നിലവിൽ കപ്പലുകൾ കൂടുതൽ ദൂരം താണ്ടി ആഫ്രിക്ക ചുറ്റിപ്പോകുന്ന സാഹചര്യത്തിൽ ചരക്ക് നീക്കത്തിനുള്ള ചെലവ് വർദ്ധിക്കുമെന്നും ആഗോളതലത്തിൽ വില വർധനവ് ബാധിക്കുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രകൃതിവാതക വിപണിയെയും ചെങ്കടൽ യാത്രാ നിരോധനം ബാധിച്ചു കഴിഞ്ഞു. അതേസമയം ഗാസയിലെ സുപ്രധാനമായ പുരാവസ്തു സൈറ്റുകളിലൊന്ന് ഇസ്രായേൽ ആക്രമണത്തിൽ പൂർണ്ണമായും നശിക്കപ്പെട്ടതായി റിപ്പോർട്ടുകൾ. ഫോറൻസിക് ആർക്കിടെക്ചറിന്റെ റിപ്പോർട്ട് പ്രകാരം ഈ സ്ഥലം 1995-നും 2005-നും ഇടയിൽ കുഴിച്ചെടുത്തതാണെന്നും അക്കിമെനിഡ് കാലഘട്ടത്തിലെ വീടുകൾ, ഇരുമ്പ് യുഗത്തിലെ കോട്ട, എംപോറിയം ഉൾപ്പെടെയുള്ള റോമൻ ഹെലനിസ്റ്റിക് കാലഘട്ടത്തിലെ നിർമ്മിതികൾ, ടൈൽ പാകിയ കായലുകൾ, വടക്കൻ മേഖലയിലായി ബൈസൈൻഡർ സെമിത്തേരി തുടങ്ങിയവ ഈ പ്രദേശത്ത് ഉണ്ടെന്നാണ് തെളിയിക്കുന്നത്. ഫലസ്തീനിലെ അൽഷാദി അഭയാർത്ഥി ക്യാമ്പിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന മേഖലയിൽ ഇസ്രായേൽ ബോംബാക്രമണവും ബുൾഡോസർ ഉപയോഗിച്ചുള്ള ആക്രമണവും നടത്തിയെന്നതിന് തെളിവായി ഏതാനും ഉപഗ്രഹ ചിത്രങ്ങൾ ഫോറൻസിക് ആർക്കിടെക്ചർ പുറത്തുവിട്ടിരുന്നു. ഗാസയിലെ ഹമാസ് നിയന്ത്രണത്തിലുള്ള തുരങ്കങ്ങൾ വെള്ളം പമ്പ് ചെയ്ത് തകർക്കുമെന്ന് പ്രസ്താവനയിറക്കിയ ഇസ്രായേൽ സമാന രീതിയിലുള്ള വാട്ടർ പമ്പ് ഇൻഫ്രാസ്ട്രക്ചർ ഫലസ്തീനിലെ പുരാവസ്തു സൈറ്റിന് അടുത്തായി സ്ഥാപിച്ചിട്ടുണ്ടെന്നും ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നു. പുരാവസ്തു സൈറ്റ് നശിപ്പിക്കുന്നത് ഫലസ്തീൻ ജനതയുടെ പൈതൃകം ഇല്ലാതാക്കാനും സ്വത്വത്തെ അടിച്ചമർത്താനുമുള്ള ബോധപൂർവമായ ഇസ്രായേലിന്റെ ശ്രമമാണെന്ന് ഹമാസ് ഒരു പ്രസ്താവനയിൽ പറഞ്ഞു. സാംസ്കാരിക പൈതൃകത്തെ ലക്ഷ്യമിടുന്നത് മൗനമായ പ്രവൃത്തിയല്ലെന്നും സംസ്കാരം മനുഷ്യന്റെ സ്വത്വത്തിന്റെ ദൃശ്യമായ പ്രകടനമാണെന്നും ഹമാസ് ചൂണ്ടിക്കാട്ടി. ഡിസംബറിന്റെ തുടക്കത്തിൽ ഗസ മുനമ്പ് നിയന്ത്രിക്കുന്ന ഹമാസ് ഫലസ്തീന്റെ ചരിത്രപരമായ കെട്ടിടങ്ങൾ സംരക്ഷിക്കുവാൻ സഹായിക്കണമെന്ന് യുനെസ്കോയോട് ആവശ്യപ്പെട്ടിരുന്നു. ഇസ്രായേലിന്റെ ബോംബാക്രമണത്തിൽ ഫലസ്തീനിലെ പള്ളികളും മോസ്കുകളും ഹമാമുകളും മറ്റും ചരിത്രപ്രധാനമായ വാസ്തുവിദ്യകളും തകർന്നതായി ഹമാസ് മാധ്യമങ്ങളെ അറിയിച്ചിരുന്നു. നന്ദി, നമസ്കാരം.